22-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം ദൈവിക ദൂതുകളുടെ കലവറയാകുന്നു. ദാവീദാണത് പറഞ്ഞത് എങ്കിലും മശിഹായെക്കുറിച്ചാകുന്നു എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ ആ പ്രവചനവാക്യത്തിൻ്റെ ശക്തി നമുക്കൊന്ന് ആഴത്തിൽ ധ്യാനിക്കാം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചത് അങ്ങാകുന്നു. വാസ്തവത്തിൽ എല്ലാ മനുഷ്യരുടെയും ജനനം ദൈവത്തിൻ്റെ മഹാത്ഭുതമാണ്. ഒരിക്കൽ ഒരു പബ്ലിക് ടെലിവിഷനിൽ ഒരു ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞ പ്രസ്താവന എൻ്റെ മനസ്സിലുണ്ട്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഇത്രയും അനീതിയും അക്രമവും അഴിമതിയും ഈ രാജ്യത്ത് ഈ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും മാലാഖ പോലൊരു കുഞ്ഞിനെ വീണ്ടും ലോകത്തിലേക്ക് ദൈവം തരുന്നത് ഈ മനുഷ്യൻ നന്നാകുമെന്ന പ്രതീക്ഷയോടെയാണ്. ഈ കുഞ്ഞൊരു മദർ തെരേസയാകും, ഈ കുഞ്ഞൊരു ബില്ലി ഗ്രഹാമാകും, ഈ കുഞ്ഞൊരു മഹാത്മാഗാന്ധിയാകും, ഈ കുഞ്ഞൊരു ഡേവിഡ് ലിവിങ്സ്റ്റൺ ആകും എന്ന പ്രതീക്ഷയിലാണ് ദൈവം വിടുന്നത്. എന്നാൽ അവൻ സ്വന്തമായി ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ, കൂട്ടുകാരുടെ സ്വാധീനത്തിനകത്ത് സ്വാധീനിക്കപ്പെടാൻ പ്രായമാകുമ്പോൾ, അവനെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിൽ നിന്ന് അവൻ അറിയാതെ വഴിമാറിപ്പോകുന്നു. ഇത് പരമമായ സത്യമാണ്. നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ നമ്മെ ചീത്തയാക്കുകയോ നല്ലവരാക്കുകയോ ചെയ്യും. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ പൊട്ടിച്ചു പുറത്തു വന്നവരുണ്ട്. അതിലൊരു മഹാനാണ് ദാനിയേൽ, അതിലൊരു മഹാനാണ് ശാമുവേല്, അതിലൊരു മഹാനാണ് ദാവീദ്, അതിലൊരു മഹാനാണ് ഇബ്രഹാം, ജോസഫ്, പൗലോസ്, ഒത്തിരി പേര്. ദാനിയേൽ ജീവിച്ചത് ബാബിലോൺ എന്ന വല്ലാത്ത പട്ടണത്തിലാണ്. ഏത് വൃത്തികേടും കാണിക്കാവുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ അവിടെ അവനൊരു തീരുമാനമെടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിന് കേടുവരുത്തുന്ന ഒരു ഫുഡും ഞാൻ കഴിക്കത്തില്ല, ഒരു ബന്ധവും ഞാൻ സ്വീകരിക്കത്തില്ല. അതാണ് അവൻ്റെ വിജയം. സുഹൃത്തുക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിനായിട്ട് ജീവിക്കണം. യേശുക്രിസ്തു ഒരു ദൈവിക പദ്ധതിയെ കണ്ടുകൊണ്ട് പിറക്കുകയാണ്. നീയല്ലോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ പുറപ്പെടുവിച്ചവൻ. യേശുക്രിസ്തുവിന്റെ ദിവ്യ പിറവി, തിരുപ്പിറവി ഡിസംബർ മാസം 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനായി. അതാണ് തിരുപ്പിറവി. God was manifested in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കണം. മനുഷ്യൻ ദൈവത്തെ തേടി അലയുമ്പോൾ ക്രിസ്മസ് നമ്മളോട് പറയുന്നു, നിങ്ങളെ തേടി ദൈവം ഇതാ ഭൂമിയിലേക്ക് വരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മശിഹായുടെ തിരുപ്പിറവിയാണ് ഈ വാക്യത്തിലൂടെ ഞാൻ കാണുന്ന മറ്റൊരു സന്ദേശം. നീയല്ലോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചവൻ. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ജനനമെന്ന
ആ മഹാത്ഭുതത്തിൻ്റെ പുറകെ നിങ്ങളെയും കൊണ്ട് പോകാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ വന്നാൽ ബേത്ലഹേമിൽ നമ്മൾ എത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈജിപ്തിലെത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചു വരും. ആ ദിവ്യ ജനനത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവമക്കളായി തീരാൻ അവകാശം ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് പാപക്ഷമ ലഭിക്കാൻ ഭാഗ്യം കിട്ടി. അതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ ഭാഗ്യം കിട്ടി. യേശുക്രിസ്തുവിന്റെ ദിവ്യജനനത്തെക്കുറിച്ചാണ് 22-ാം സങ്കീർത്തനം 9-ാം വാക്യം നമ്മോട് പറയുന്നത്. നീയല്ലോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചു. അത് ദൈവം മാത്രം ചെയ്ത കാര്യമാണ്. ഇച്ചിരൂടെ വ്യക്തതയിലേക്ക് വന്നാൽ ദൈവം മനുഷ്യനായതാണത്. അതിന് മേരി എന്ന വനിതയെ തെരഞ്ഞെടുത്തു. മേരിയുടെ ഗർഭപാത്രത്തെ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചു, വിശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഞാൻ നന്ദി പറയുന്നു. വിശ്വസിക്കൂ. God bless you.